ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മാങ്ങാക്കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ളൊരു മാങ്ങാക്കൂട്ടാനാണ് കേട്ടോ. നല്ല എരിവും പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു കറിയാണിത്. കറിയെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഗ്രേവി പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗത്തൊരു പുളിമാവുണ്ട് കേട്ടോ. അപ്പോൾ അതിമുണ്ടായ മാങ്ങയാണിത്. അപ്പോൾ നല്ല വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം കഴിയൽ തുടങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മാങ്ങാക്കൂട്ടാനും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാ ഇവിടെ നിറയെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുളിമാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൂവാണ്ടമാങ്ങ ഒക്കെ വെച്ചിട്ടും ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം അവിടുന്ന് അങ്ങനെ പെറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ എടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നില്ല, അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നെറ്റിയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാം വാങ്ങി ഞാൻ ഇതുപോലെ ഇതിൻ്റെ നെറ്റി കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്കിങ്ങനെ ചീന്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈക്കൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഞെരടി കൊടുക്കണം. ഈ എല്ലാ മാങ്ങ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഞെരടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഇത് ഫുള്ളായിട്ട് അയക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ചട്ടിയിലേക്ക് ഈ ഒരു മാങ്ങയൊക്കെ മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇത് വേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലാവണം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മധുരം അത്യാവശ്യം മധുരം വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ ഇത്രയധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/4 കപ്പോ ഒക്കെ ആയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും നമ്മുടെ ഈ ഒരു മാങ്ങ. അപ്പോൾ അതാ നമ്മുടെ ഒരു മാങ്ങ ആ ഒരു ശർക്കരയൊക്കെ മെൽറ്റായിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഇത് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെക്കാം. ഇതാ നമ്മുടെ ആ ഒരു മാങ്ങയിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ഒരു മാങ്ങാക്കൂട്ടാനിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാക്കൂട്ടാനാണ്. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി ആയതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് നല്ല എരിവ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ 1 ടീസ്പൂണ് സാധാ മുളക് പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ മാങ്ങ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.